ഹക്കായും സത്യമായൊരു കാര്യം പറയാം. അള്ളാഹു സാക്ഷി, ഒരു ജമാഅത്തിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്ന ഒരാളോട് ഞാനൊരു സംഭാഷണ മധ്യേ പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങി. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെറിയൊരു പള്ളി ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ചു കൊടുക്കണം. അവിടെ അങ്ങ് അടുത്ത് പള്ളിയില്ല എന്ന് പറഞ്ഞു. എടുത്ത വായിലെ പുള്ളി ചോദിച്ചത്, നീ എന്തോടാ ഈ പറയുന്നത്? സമാധാനമായിട്ട് പോകുന്ന നാട്ടിൽ വഴക്കുണ്ടാക്കാനോ എന്ന തരത്തിൽ പുള്ളി എൻ്റെ അടുത്ത് തട്ടിക്കയറി. ഞാൻ വിചാരിച്ചു, ഇങ്ങനെ എന്തൊരു മനുഷ്യനാണ്, ഈ പറയുന്നത് എത്രമേൽ ശരിയാണ് എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ പിന്നീട് വളരെ സ്വാഭാവികമായി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഈ ദേവാലയങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന പേരിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അതുകൊണ്ട് സന്തോഷവും സമാധാനവുമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ ഒരുപാടിടങ്ങളിൽ അതുണ്ടാക്കുന്ന സമാധാനക്കേടും തമ്മിൽ തല്ലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ധാരാളമായുണ്ട്. അത് പള്ളിയുടെ കുറ്റമല്ല, അത് നടത്തിക്കുന്ന മനുഷ്യരുടെ ലക്ഷ്യവും. ഈ എൻ്റെ സംഘടന എന്ന് പറയുന്ന സംഘടനയ്ക്ക് സാധാരണ പാർട്ടികൾ ഒക്കെ പാർട്ടി ആഫീസുകൾ നിർമ്മിക്കുന്നത് പോലെ അതിനുവേണ്ടി അസറ്റ് ഉണ്ടാക്കി അത് അള്ളാഹുവിൻ്റെ പേരിലാണെന്ന് ആരോപിച്ച് തൃപ്തി അടയുകയും ചെയ്യുന്നിടങ്ങളിൽ, അല്ലെങ്കിൽ അത്തരമൊരു മനോഭാവം സൃഷ്ടിക്കുന്ന സംഭവം വളരെ കൂടുതലുണ്ട്. വടക്കൻ കേരളത്തിൽ ഇത് ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ബന്ധങ്ങൾ മുറിക്കുകയും തമ്മിലടിക്കുകയും മിണ്ടാതിരിക്കുകയും ഓരോ ജുമയ്ക്കും വണ്ടിയിൽ പോയിട്ട് പല പള്ളികളിൽ ഓരോ വീട്ടിലെ ആളുകൾ നിസ്കരിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം, അവസാനം ഡ്രൈവർ അവൻ്റെ പള്ളി തിരക്കി വരുമ്പോഴത്തേക്ക് അസറാവുന്ന സ്ഥിതിയുമൊക്കെ ഉണ്ടാകാറുണ്ട്. തെക്കൻ കേരളത്തിൽ ഇത് സാമാന്യേന വളരെ കുറവായിരുന്നു, ഇപ്പോഴും കുറവാണ്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അത്തരം എന്താ അതിന് പറയേണ്ടതെന്നറിയില്ല, അത്തരം സംഗതികളുണ്ട്. തെക്കൻ കേരളത്തിലെ മനുഷ്യർ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു. ഏതായാലും ഈ പരമപവിത്രരും സമ്പൂർണരുമാകാൻ വേണ്ടി ഒരു വലിയ മഹലിൽ നിന്ന്, ഇവിടെ തെക്കൻ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ മഹലെന്ന് പറയുന്നത് സുന്നി അങ്ങനെ മറ്റേന്നൊന്നും പറയുന്നതല്ല. മഹലിൽ എല്ലാ മനുഷ്യരും ഉണ്ട്, എല്ലാവരും വന്ന് നിസ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ സൗകര്യത്തിനൊക്കെ പോകാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഗതികളേ ഉള്ളൂ. എന്നാൽ ഇപ്പം ഇത് ഭയങ്കര ഗംഭീരമായി എന്തോ സംഭവിക്കുന്നത് പോലെയൊക്കെ ആഘോഷം കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താ അറിയാമോ? ആ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ താടിയും നിസ്കാരത്തഴമ്പും ഒക്കെ ഉള്ള ആളുകളുടെ വായിൽ നിന്ന് അനർഗളമായി തൗഹീദ് ഇങ്ങനെ പ്രവഹിക്കുന്നത്. എനിക്ക് തൗഹീദിൻ്റെ ബാഹ്യമായ അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന അടയാളങ്ങൾ വളരെ കുറവാണ്. പേര് അനിൽ മുഹമ്മദ് എന്നാണ്. എനിക്ക് സുന്നത്താക്കപ്പെട്ട താടിയില്ല, വെട്ടി ഒതുക്കി പതിച്ചു വെച്ചിരിക്കുന്ന മീശയില്ല, പിന്നെ അതുപോലെയുള്ള സംഗതികളില്ല. ഞാൻ ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെ ആവേശം പൂണ്ട് ആർത്തി പൂണ്ട് തിമിർത്താടി മറ്റുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന ഒരാളല്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുറവുകളും എനിക്കുണ്ട്. ആ കുറവുകളൊക്കെ ഉള്ളതിനോടുകൂടി തന്നെയാണ് ഇത് ഈ പറയുന്ന സംഗതി ഉള്ള ആളുകൾ നടത്തുന്ന ഒരു കാര്യം. എൻ്റെ നാടിനടുത്താണ് മൈനാഗപ്പള്ളി. അവിടെ പരമ്പരാഗതമായൊരു പള്ളിയുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിയുണ്ട്. അവിടെ പല ഏർപ്പാടുകളും നടക്കുന്നുണ്ട്. ചിലത് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട്, യോജിക്കാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ എല്ലായിടവും ഉണ്ടല്ലോ. വീടുകളിലില്ലേ യോജിക്കാൻ പറ്റുന്നതും യോജിക്കാൻ പറ്റാത്തതും ഒക്കെ. ഇപ്പം നമ്മൾ വലിയ എന്താ പറയുന്നത്, നിസ്കാരത്തഴമ്പും മറ്റൊരു ഒക്കെയുള്ള മക്കൾ ചില സ്ഥലത്തുനിന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അണ്ടവും പറിച്ച് അവിടുത്തെ കുളവും തോണ്ടി ആ കല്യാണം തന്നെ വേറൊരു രൂപത്തിലേക്ക് ആക്കുന്ന മക്കളുണ്ട്. വലിയ വലിയ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവരെ പോലെ ജീവിക്കുന്നവരുടെ കൊച്ചുമക്കൾ ഇൻസ്റ്റാഗ്രാമിലും മക്കൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കിടന്ന് അഭ്യാസം കാണിക്കുന്നവരുണ്ട്. തൊപ്പിയിട്ടുകൊണ്ട് മയക്കുമരുന്ന് വിറ്റ ആളിനെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് സ്വർണം കടത്തുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ട്. ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുമ്പോൾ അത് നല്ല വിലയ്ക്ക് വാങ്ങിക്കുന്ന നല്ല മുജാഹിദുകാരുടെ സ്വർണ്ണക്കടയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഉണ്ട്. തബ്ലീഗുകാർ നേരിട്ടില്ലെങ്കിലും അവർ അതിനകത്തേക്ക് പങ്കാളിയാവുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആരെയും കുറ്റം പറയാനല്ല, നമുക്കെല്ലാം കുഴപ്പങ്ങളുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതിനിടയിലാണ് ഈ പള്ളി വരുന്നത്. ഈ പള്ളി വരുമ്പം എനിക്ക് ഭയം എന്താണെന്നറിയോ? എൻ്റെ നാട്ടിലൊരു പരമ്പരാഗതമായ ജമാഅത്തായിരുന്നു പുത്തൻതെരുവ് ശരീഅത്തുൽ ഇസ്ലാം ജമാഅത്ത് എന്ന് പറഞ്ഞ വർഷങ്ങൾ കൊണ്ടുള്ള ജമാഅത്തായിരുന്നു. അവിടെ പണ്ട് ഞങ്ങളൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന മൻസൂർ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ KNMൻ്റെ ഒരു പള്ളി വന്നു. അവിടെ പള്ളി വന്നു, ആരും എതിർക്കാനൊന്നും പോയില്ല. എന്തോ ശാശിയൊക്കെ ഉണ്ടായി, അവിടെ നിസ്കാരമൊക്കെ തുടങ്ങിയവിടായി. ഇടയ്ക്കിടയ്ക്ക് ഒരു 10-15 പേര് ഇപ്പുറത്തെ പള്ളി വരും. അതെന്താ വിവരം എന്ന് തിരക്കുമ്പോഴാണ് അവിടെ ഇലക്ഷൻ നടന്നു, ആ കമ്മിറ്റി പരാജയപ്പെട്ട് ഈ കമ്മിറ്റി ആയപ്പോൾ അവരിവിടെ വരുന്ന ഏറ്റവും ഒടുവിൽ ക്രൂരമായ കാര്യം എന്താ അറിയോ? സത്യസന്ധനും 100% ഹക്കും ബാത്തിലും ഒക്കെ നോക്കി ജീവിക്കുന്ന ഈ മൻസൂർ ഡോക്ടർക്കെതിരെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നവർ എന്ന് പറഞ്ഞ് അദ്ദേഹം സാമ്പത്തിക അഴിമതി നടത്തി, അത് നടത്തി, ഇത് നടത്തി എന്നും പറഞ്ഞ് കേസ് കൊടുത്ത്
അദ്ദേഹത്തെ അപമാനിക്കാനും പീഡിപ്പിക്കാനും മുഴുവൻ ശ്രമിച്ചവർ ആ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടുന്ന് അങ്ങോട്ട് മാറിപ്പോകുന്നവരെല്ലാം കടഞ്ഞെടുത്ത പരിശുദ്ധന്മാരും ഔലിയാക്കളുമാണെന്നൊന്നുമല്ല. ഇവിടുന്ന് നിൽക്കുന്നവരും മനുഷ്യരാ, അങ്ങോട്ട് പോകുന്നവരും മനുഷ്യരാ. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെ നാട്ടിൽ പള്ളികൾ പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരാൾ എന്നെ സമീപിച്ചാൽ അടിയന്തരമായി അവിടെ ഒരു നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ട, വലിയ പള്ളിയൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കേണ്ട ഒരു 10 സ്ഥലങ്ങളെങ്കിലും ഉണ്ട്. നമ്മുടെ ഇതിനുള്ള കാശും സംഗതിയൊന്നുമില്ല. ആ സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇവരുടെ അഭ്യാസം മുഴുവൻ നടത്തുന്ന ആരുടെ മേലാ? ഈ പള്ളി പോകുന്നവരുടെ മേലാ. അവരുടെ ഷിർക്കും അവരുടെ കുഫറുമാണ് വലിയ പ്രശ്നം. അവിടെ മലയാളത്തിൽ കുത്തുബ കേൾക്കുന്നില്ല, അവിടെ ബാങ്ക് വേറെ ഭാഷയെ കേൾക്കുന്നില്ല, മറ്റേതെങ്കിലും ഇതെല്ലാം കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പുറത്ത് ചെയ്യുന്നത്. എന്നിട്ട് എന്താ അതിൻ്റെ രസം? നമ്മളിപ്പോൾ ഒരു മഹല്ല് പള്ളിയിൽ ഇവിടത്തേക്ക് പോയാൽ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലാണ് അധികം പള്ളികളും. ഇവിടെ പോയാൽ ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടം, വലിയൊരു പൂന്തോട്ടത്തിൽ വലിയൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ, വലിയൊരു ഗ്യാതറിങ്. ഇതിൽ നിന്ന് മാറി ഇത്രയേ ആളുകൾ നരകത്തിലാണെന്നും പറഞ്ഞ് സ്വർഗത്തിപ്പാനാണ് ഈ കൈക്കുടനയിൽ കോരുന്ന ആളുകൾ അത്രയും ഇതിൻ്റെ കീഴിൽ 250 മീറ്റർ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് ഇവിടെ ചാമ്പി കൊടുക്കുന്നത്. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇത്രയും പേരെ സ്വർഗത്തിൽ പോകത്തോളെങ്കിൽ ഇത്രയും വലിയ സ്വർഗത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത്, ഇതിനോട് ഞാൻ വിയോജിച്ചപ്പോൾ ഈ ബഹുമാനപ്പെട്ട സംഗതിയിലെ ഒരാളിൻ്റെ എഴുത്താണ് നിഷാദ് ബഷീർ. അദ്ദേഹം ഞാൻ നോക്കിയപ്പോൾ വളരെ ഇതൊക്കെ ഉള്ള ആളാണ്, കുവൈറ്റുകാരനാണെന്നല്ലേ. ഇപ്പോൾ എൻ്റെ അടുത്ത് പറയാം, പോത്തിന് എന്ത് ഏത്തവാഴ, അനിലിനെന്ത് തൗഹീദ്. ഇതാണ് പ്രശ്നം. എൻ്റെ തൗഹീദിനെ അളക്കാനും ഇതിനൊക്കെയുള്ള അളവ് കൂലി പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ന്യായമായി ചോദിച്ചു, ഇത്തരം വിഷയങ്ങളിൽ ഞാനൊരു പോത്താണെങ്കിൽ ഈ നിഷാദ് ബഷീറിൻ്റെ വാപ്പായോ വാപ്പാടെ വാപ്പായോ ഉപ്പുപ്പായോ ആരെങ്കിലുമൊക്കെ മിക്കവാറും എല്ലാവരും പോത്തുകളായിരിക്കും. കാരണം ഈ സാധനമൊക്കെ വന്നിട്ട് ഇപ്പോൾ 25 30 കൊല്ലമല്ലേ ആയുള്ളൂ, അല്ലെങ്കിൽ 50 കൊല്ലമല്ല. അതിന് മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നല്ലോ. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് മുസ്ലിങ്ങളുണ്ടല്ലോ, 7-ാം നൂറ്റാണ്ട് മുതൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ജീവിച്ചു പോരുന്നിട്ടില്ലേ? അപ്പോൾ അവരെല്ലാം പോത്തിൻ്റെ ആണെങ്കിൽ നിഷാദ് ബഷീറിൻ്റെയും ശരീരത്തിൽ പോത്തിൻ്റെ ഒരു അംശം ഉണ്ടാവില്ലേ? ഞാൻ എഴുതിയതെന്താ? അതാണ് അതിനേക്കാൾ രസം. ഞാൻ എഴുതിയത്, ഇതിലൊരു കമൻ്റ് എഴുതിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു കമൻ്റ് എഴുതി, സമുദായത്തെ ഭിന്നിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹല്ലുകൾ ജുമാ മസ്ജിദ് 200 മീറ്റർ അകലെ മാത്രം മറ്റൊരു മസ്ജിദ് പണിയുന്നതിൻ്റെ ഉദ്ദേശം തീർച്ചയായും സമുദായത്തെ വെട്ടിമുറിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. നിങ്ങൾക്ക് നിലവിലുള്ള മസ്ജിദിൻ്റെ പരിസരത്ത് നിന്ന് പള്ളി ആവശ്യമുള്ള പ്രദേശത്ത് പണിയലല്ലേ നല്ലതെന്നാണ് ചോദിച്ചത്. അതിൻ്റെ മറുപടിയാണ് ഞാനൊരു കമൻ്റ് ഇട്ടത്. കമൻ്റ് ചെയ്ത ആളിനോടാണ്, ഇങ്ങനൊന്നും വിചാരിക്കരുത്. രാഷ്ട്രീയ പാർട്ടികളുടെ കരുത്ത് അവരുടെ പാർട്ടി ഓഫീസുകളാണ്, സ്ഥാപനങ്ങളാണ്, പള്ളികൾ സംഘടനകളുടേതും. ഇങ്ങനെ വിശ്വാസികൾ വിഭാഗങ്ങളായി പള്ളികൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണെന്നോ? അള്ളാഹുവിന് ശരിക്കും ഭയങ്കര ഇഷ്ടമായ കാര്യമാണ്. മലക്കുകളോട് പറയും, കണ്ടില്ലേ എൻ്റെ അനുയായികൾ ഇങ്ങനെ തൗഹീദിൻ്റെ പേരിൽ എല്ലായിടവും ഇങ്ങനെ ഒരുപാട് പള്ളികൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇടും. ഇതിന് പ്രേരണമായതൊന്നുമല്ല. അഷ്റഫ് സാഹിബിൻ്റെ ദക്ഷിണ കേരളത്തിൽ തൗഹീദിൻ്റെ മറ്റൊരു മസ്ജിദ് കൂടി തുറക്കപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ നന്നായി. 250 മീറ്റർ അടുത്തുള്ള പള്ളിയിൽ തൗഹീദ് വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് ഈ തൗഹീദ് കൊള്ളാം എന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഏതായാലും അതിൻ്റെ താഴോട്ട് വന്നേക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഈ AP സുന്നിക്കാർ പിന്നെ ഇവരൊക്കെയാണ് ഭയങ്കരമായി അങ്ങ് മോശമായിട്ട് എഴുതുന്നത്. ഞാൻ പറയുന്നത് അവർ നല്ലതായിട്ട് എഴുതുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനോളമൊക്കെ തന്നെ പോകുന്ന ഭാഷയും സംഗതിയൊക്കെ ഉണ്ട് വളരെ വയസ്സായിട്ടുള്ള വിസ്ഡംകാരുടെ കയ്യിൽ. അത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും സന്തോഷമായിരിക്കട്ടെ. ഒരുപക്ഷെ എൻ്റെ ശരിയല്ലാത്ത ചിന്തകളായിരിക്കും ഇതൊക്കെ, നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ.